ഞാൻ ഇന്ന് സ്റ്റീൽ ബ്രെയിൻ ഡോട്ടാണ് കളിക്കാൻ പോണം. എത്ര പാർട്ടാണ് എന്തോ ഗൈസ്. അപ്പോൾ ഇന്ന് ഇതാണ്ട് ഇപ്പം 7 മിനിറ്റേ ഉള്ളൂ ഈ ഒരു ബണ്ണി ഈവൻറ്റ് തുടങ്ങാൻ. ബണ്ണിയുടെ ഈവൻറ്റ് തുടങ്ങാം. അപ്പം എനിക്ക് ബണ്ണി സഹോർ കിട്ടും. അന്നത്തെ പോലെ മറ്റേ 850 കയറി അത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അഡ്മിൻ റിവ്യൂസ് സൺഡേ ആണ്, അതും എല്ലാ ദിവസവും രാത്രി 12 മണിക്കുണ്ടോ? ഞാൻ സൺഡേ ആണ് കളിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അഡ്മിൻ റിവ്യൂസ് കിട്ടിയ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടോ എനിക്കറിഞ്ഞൂടാ. പിന്നെ നമ്മളിപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് സീക്രട്ട് ലക്കി ബ്ലോക്ക് കിട്ടുമോ നമ്മൾ നോക്കുക. ഇന്ന് സീക്രട്ട് ലക്കി ബ്ലോക്ക് കിട്ടും. താണ്ട് കിടന്ന് കറങ്ങണുണ്ട്. അതാ 0.5% ചാൻസ്. കണ്ട എനിക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു 7.5 കിട്ടിയാൽ മതി. അതും കിട്ടിയില്ലെങ്കിൽ 2% കിട്ടിയാൽ മതി. അതും കിട്ടിയെങ്കിൽ 0.25 കിട്ടിയാൽ മതി. അയ്യോ എൻ്റെ ബേസ്, അയ്യോ ഇതെന്തൊരു പ്രൈവറ്റ് സെർവറാണ് പബ്ലിക് സെർവറാണ്? എല്ലാവരും ആട്ടങ്ങി ഒതുങ്ങി നല്ലപോലെ നിൽക്കണം. അങ്ങനെ തന്നെ എന്നുള്ളത് ഞാൻ വന്ന് പൊന്ന് പറഞ്ഞ് അടിക്കും. ഇതല്ലേ മറ്റേ എവിടെയോ ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ന്യൂ മാസ്റ്റർ അല്ല. അയ്യോ അല്ല, ന്യൂ മാസ്റ്റർ അത് വേറൊരു ഫേസാണ് ഗൈസ്. അപ്പോൾ ഇനി എത്ര മിനിറ്റ് ഉണ്ട് തുടങ്ങാൻ? 5 മിനിറ്റ്. നിന്നെങ്ങനെ ഒന്ന് അടിക്കൂടോ? 5 മിനിറ്റ് ഉണ്ടെന്ന് തന്നെ തുടങ്ങാൻ. 5 മിനിറ്റ്. ഇതെന്ത് 5 മിനിറ്റ് ഇതുവരെ ആയില്ലേ? ഇതെന്തരി ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ബണ്ണിയിൽ എന്തിനോ സാധനം പോടുന്നു. ഈ ഒരു സ്റ്റാച്ചുവിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ബണ്ണിയിൽ എന്തൊരു സാധനം ഇവിടെ ഇപ്പോഴത്തേക്ക് സ്പോണായെന്ന് ഞാൻ വിചാരിച്ച്. ആരും വേണ്ട, ഇവിടെ ആരും വേണ്ട. അനങ്ങിയാൽ ഞാൻ വന്നടിക്കും. അല്ലേ ഗൈസ്? ഇപ്പോൾ നമ്മൾ ഇത്ര സാധനം വാങ്ങിച്ച് വെക്കണം. കാരണം ഇപ്പോൾ വല്ല പണക്കാരും എല്ലാം കയറിയാൽ നമുക്ക് അവരെന്തെങ്കിലും ചെയ്യണ്ടേ? അതിനോട് ഞാൻ ഇത് വാങ്ങിച്ചു വയ്ക്കുമല്ലോ. നമ്മളെ ബേസൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയതാണ്ട് ഇങ്ങനെ പൂട്ടണ്ടേ? ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടി ഇത് വാങ്ങിച്ചു വയ്ക്കണം. നല്ലതാണ് ഗൈസ്, നല്ലതാണ്. ഇതുണ്ട്, ഇതിങ്ങനെ വെച്ച് നമുക്ക് സ്പീഡിൽ ഓടാൻ പറ്റും. ഇതാകണ്ട, സ്പീഡിനല്ല ഓടാൻ, നല്ല സ്പീഡിന് ഓടാൻ പറ്റും. ഇങ്ങനെയാണെങ്കിലാ പതുക്കെ പമ്മി നമ്മൾ റിയൽ മനുഷ്യന്മാരെ നടക്കണേക്കാട്ടി പതുക്കെ പോകും. പക്ഷെ ഇതിങ്ങനെ കിട്ടാം. പക്ഷേ സംഭവമുണ്ടേ. കുയിൽ കൂവാണ്. സമയം എത്ര? 11:26. കുയിൽ കൂവാണ്. ഒറ്റ മീനെയാണോ എന്തോ. 3 മിനിറ്റും കൂടാ. ബണ്ണി ഇവന്റിന് 3 മിനിറ്റും കൂടാ. ആരെങ്കിലും കയറോ? ബണ്ണി ഇവന്റ് തുടങ്ങിയ എൻ്റെ ആഹാരം ആരും കയറില്ലെന്നാണ്. ആഗ്രഹമെന്നാ ഇതരോ ഞാൻ ഇപ്പം എന്തരോ പറഞ്ഞു. പക്ഷെ അതിൻ്റെ വാക്ക് തെറ്റിപ്പോയെന്ന് എനിക്കറിയാം. പെട്ടെന്നൊന്ന് വാക്ക് കിട്ടാണ്ടായി പോയതാണ് ഗൈസ്. അപ്പം ഇല്ലേ നമുക്ക് ഇനി എത്ര? 3 മിനിറ്റാ. ഇതെന്തരാണ്? 3 മിനിറ്റ് അല്ല, നോക്കട്ടെ. 3 മിനിറ്റ് അല്ല, ഇപ്പോൾ 2 മിനിറ്റ് ആയി തോന്നുന്നു. യെസ് ഗൈസ്, 2 മിനിറ്റ് ആയി. നമ്മൾ ഒരു തവണ കൂടി ബേസ് ലോക്ക് ഈ തവണ കഴിഞ്ഞ് ഒരു തവണ കൂടി ബേസ് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ബണ്ണിയുടെ ഇവൻ്റ് തുടങ്ങും, ഉറപ്പാണ്. നോക്കി ഇവിടെ വലിഞ്ഞു പിടിച്ച് കയറാം. അവിടെ അല്ല, അവിടെ അതങ്ങ് കുറച്ച് അടുത്ത് പോയി നിൽക്കണം. എനിക്കിങ്ങനെ മണ്ടേ കയറിയിരിക്കണം. അയ്യോ
ഞാൻ ദേ ഇപ്പൊ എനിക്കെൻ്റെ മണ്ടേ കയറിയിരിക്കണം. നിന്ന് ഇനി എല്ലാത്തിനും ഡിസ്പോൺ ആക്കണം ഞാനാണ് അല്ലേ? ഇനി എല്ലാത്തിനും ഡിസ്പോൺ ആക്കണം ഞാനാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ നിരീക്ഷിക്കും ആരാണ് ഇവിടെ വല്ല ചെയ്യുന്നതെന്ന്. ഇത് 1 മിനിറ്റ് ആയി. അപ്പം നമ്മളത് ഇനി 60 സെക്കൻഡ് ഉണ്ട്. ആരാണ് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ നിരീക്ഷിക്കും. ഇതെന്ത് ബണ്ണി വലിയ തുടങ്ങാത്ത എന്ത്? പിന്നെ ഞാൻ കണ്ടിരുന്ന് ബണ്ണിയിൽ വേറൊരു സംഭവം ഉണ്ട്. അതിന് 7 മില്യൺ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞ് ബണ്ണിയിൽ വേറൊരു സാധനത്തിന്. അപ്പോൾ അതിന് ട്രൈറ്റ് ഒക്കെ അടിച്ചാൽ കുറേ ഇതായിരിക്കും. അപ്പോൾ ഡിവൈൻ ആണെങ്കിലാ ബണ്ണി സഹൂർ ഡിവൈൻ ആണെങ്കിലാ നല്ല രീതിക്ക് തന്നെ ഇതാവല്ലേ. ദാണ്ട് ഇത് തുടങ്ങാൻ 21 സെക്കൻഡ്. ദാണ്ട് ഇപ്പം നമ്മളെ ബേസ് 19 സെക്കൻഡ്. ഇത് നമ്മളെ ബേസ് ഈ ഒരു സെക്കൻഡ് കഴിയുന്ന സമയത്താണ് നമ്മളെ ബേസ് അൺലോക്ക് ആവണം. അപ്പോൾ ഈ ഒരു 3 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഓടിപ്പോവാം. ഇത് 2 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഓടിപ്പോവാം. നോക്കിക്കോ. അയ്യോ 2 സെക്കൻഡ് ഓടിക്കോ. ഇത് എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടേ. നമുക്കെന്നെ കാണാൻ പറ്റൂല എന്നെ. ഇതാ കണ്ട, എനിക്ക് ഇങ്ങനെ കാണാനേ എന്നെ പറ്റൂ. നമുക്ക് റീബർത്ത് ആണെങ്കിൽ നമുക്ക് നമുക്ക് സൗണ്ട് കേൾക്കണം പറ്റിയ സാധനം ഇല്ലേ, അത് കിട്ടും. ആ സാധനം കിട്ടും. പക്ഷെ ആ സാധനം ഒരു തവണ യൂസ് ചെയ്ത് 20 സെക്കൻഡ് വേണം. ഞാൻ PvP അടിച്ചപ്പോഴാണ് അറിഞ്ഞ 20 സെക്കൻഡ് വേണമെന്ന് ഫ്രീ ആവാൻ. 26 സെക്കൻഡും കൂടെ, സെക്കൻഡുകൾ മാത്രം. നമുക്കിവിടെ ഒളിച്ചിക്ക് എന്തൊരു സ്പോണാവും ഗായ്സ്. നമുക്ക് നോക്കാം എന്തൊരു സ്പോണാവും. 3, 2, 1 ഗോ. ബണ്ണി വിൻഡോ തുടങ്ങിയിട്ടുണ്ട്. ലൈഫ് സ്പോൺസർ കാണിക്കുന്നുണ്ട്. ബണ്ണി സഹൂർ ഇങ്ങ കിട്ടിയല്ല. മില്യനും കൊണ്ട് അതിന്. മറ്റേതാണെങ്കിൽ കെ മാത്രം. പക്ഷെ അൺലിസ്റ്റഡ് മില്യൻ വന്ന് ചാടടാ. ആവശ്യമില്ലാത്ത അവന് ചാടിക്കൂട്. ആവശ്യമില്ലാത്ത സാധനത്തിനെല്ലാം ഇവർക്ക് ചാടും. ആവശ്യമുള്ള സാധനത്തിനാ ചാടൂല. നിനക്കൊക്കെ ചാടി എന്താടാ പ്രശ്നം? നിന്റെ മേത്ത് ഞാൻ കസര എടുത്ത് അറിയോടാ. കസരല്ല, സോറി, ടേബിൾ. ചാടി എന്താടാ കാര്യം? കൂട്ട്. അയ്യോ എൻ്റെ ബേസ്. എടാ ഇത് ബേസ് ലോക്കാക്ക്. എടാ ഇവനെ അടി. ഇവരെ 2 എണ്ണത്തിനെ അടിച്ചിട്. അയ്യോടെ ഇവന്റെ 3 നിലയാണ്. ഓടിക്കോ. ഇതെന്താ നീല കളറായ? അപ്പോൾ ഗൈസ്, അന്ന് എൻ്റെ പ്രൈവറ്റ് സർവറിൽ നിന്ന് ഒരാൾ ബാൻ ആക്കിയല്ലേ. അതാണിപ്പോൾ പുതിയത്. ഇത് അവർ തന്നെയാണോ? ഇത് അവർ തന്നെ സർവറാണ് ഗൈസ്, അല്ലാണ്ട് നമ്മളെയും കൂടി ആഡ് ചെയ്ത സർവറല്ല. ഞാൻ എന്തായാലും പബ്ലിക്കിൽ കയറാൻ പോകണം. സാധനം പോട്ടെങ്കിൽ പോട്ടെ. മറ്റന്നായ നാളെ നമ്മൾ എന്തരി മറ്റേ ഇതുണ്ടാക്കൂല, അതിൻ്റെ പേരെന്തരി മറന്നുമില്ല. ഇത്രയും അതിൻ്റെ പേര് പ്രൈവറ്റ് സർവർ ഉണ്ടാക്കുമല്ല റോബക്സ് എടുത്ത്. അതിൻ്റെ ഇപ്പന്മാരൊക്കെ 3 നിലയുള്ള സ്ഥലത്ത് തന്നെ ഞാൻ വന്ന് കയറും. ഭാഗ്യം ഭയങ്കര ഭാഗ്യം. 3 നിലയുള്ള സ്ഥലത്തൊന്നും കയറിയില്ല. ഡിവൈൻസ്. പിന്നെ ഗൈസ്, ഇതിൽ നമുക്ക് ഡിവൈൻ സ്ത്രീകൾ ലക്കി ബ്ലോക്ക് കിട്ടും. നിങ്ങൾ ഇപ്പം
തന്നെ ലൈക്ക് ചെയ്തോ കിട്ടുമെങ്കിൽ നോക്കാം. ബാ ഇതെന്ത് ദേഷ്യം വരാൻ കേട്ടോ എനിക്ക്. എപ്പോഴെങ്കിലും ഇനി അടുത്ത 1 മണിക്കൂർ വേണം. 2 മണിക്കൂറായി. ഇവൻ പിന്നെ ഇവൻ എന്തിനാണ് ചുമ്മാ എൻ്റെ അടുത്ത് കയറണ? പേടിയാവണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഞാൻ പിന്നെയും കയറിയിരിക്കുകയാണ് ഗായ്സ്. പിന്നെയും കയറിയിരിക്കുകയാണ്. അവിടെ സ്ഥലം പറഞ്ഞേ റെയിൻബോ സ്റ്റോർ റൈഫിനെ എത്ര 99 ഏകദേശം ഒരു ട്രേറ്റ് അടിച്ചാൽ 100 ബില്യൺ ആവും. ഒരു ട്രേറ്റും കൂടി മറ്റേതിനടിച്ച സ്റ്റോർ റൈഫിന് 100 ബില്യൺ ആവും. എനിക്ക് 100ൻ്റെ മേളിലാവും തോന്നുന്നു. 100ൻ്റെ മേളിലാവുമല്ലേ? 100ൻ്റെ മേളിലാവും. ഈ സാധനം കണ്ട് ഇതൊരു ബ്രെയിൻ ഡോട്ടാണ്. പിക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രെയിൻ ഡോട്ടല്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു ബ്രെയിൻ ഡോട്ടുണ്ട്. പക്ഷേ ഇത് ചുമ്മാ ഇങ്ങനെ കാണിച്ചിരിക്കും. ബട്ട് ഇതിനകത്തൊരു ബ്രെയിൻ ഡോട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ബ്രെയിൻ ഡോട്ടുണ്ട്. അതുപോലെ ഡിവൈൻ എഡിഷൻ അങ്ങനെ വല്ല വന്ന എനിക്കൊരു ഡൗട്ടുണ്ട്. ഇന്നലെ നമ്മളതിനെ മറ്റേ ഗ്രേപ്സിൻ്റെ സാധനം സ്റ്റീൽ ചെയ്തിട്ടില്ല. എനിക്കിനത് കളിച്ചില്ല. ഞാൻ ഈ സ്റ്റീൽ പ്രിൻ്റ് നമ്മുടെ ഗ്രേപ്സിൻ്റെ സാധനം സ്റ്റീലായ നമ്മൾ ഇന്നലെ കുറേ ഐറ്റം ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ 2 ഐറ്റം കാണാനുള്ളൂ. നമ്മൾ ഗ്രേപ്സിൻ്റെ സാധനം എല്ലാം പോയാ. ഗൈസ്, നിങ്ങൾ അന്ന് ലാസ്റ്റ് കണ്ട വീഡിയോൻ്റെ ബേസൊക്കെ നിറഞ്ഞ് എനിക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലായിരുന്നാ. ഇപ്പോൾ കണ്ട ഇത് ഈ വഴി പോണ എല്ലാം വാങ്ങിക്കാം. ഒരു മിയോണ് സ്പൂണായിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെ പറയുമ്പോൾ സാമി മിയാവൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്പൂണാവണം. സെറ്റായിരിക്കും. അഡ്മിൻ അബ്യൂസിനൊക്കെ ലൈഫ് സ്പൂണാണ്. അതിലെന്തരുണ്ട്? മിയോണ് സ്പൂണാവണ കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോൾ താണ്ടേ ഞാൻ നോക്ക് ഇതിൻ്റെ മണ്ടയിൽ കയറി ഇങ്ങനെ നോക്കിയിരിക്കും. ചാടിക്കയറി അപ്പോഴത്തേക്ക് ഇവിടെ മിയോണ സൗണ്ടായിട്ട് ഞാൻ തുള്ളി ചാടും. അപ്പോൾ ഇവനില്ലേ? ഓക്കേ, ഇവ എന്നിട്ട് നമ്മളെ സ്റ്റീൽ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവൻ അറിഞ്ഞൂടെ നമ്മളിവിടെയുള്ള കാര്യം. ബാക്കി പോയി നൈസിനങ്ങ് അടിച്ചു. സൂപ്പറായിരുന്നു. ബാക്കിൽ പോയി നൈസായിരുന്നു. ട്രിപ്പ് ഇല്ല എൻ്റെ ട്രിപ്പ് ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രിപ്പ് ഇല്ലേ? എൻ്റെ ട്രിപ്പ് ഞാനിങ്ങ് എടുക്കുന്നുണ്ടേ കേട്ടാ. മോനെ ദിനേശ, നിന്നെ അടിക്കോ? എനിക്ക് വേണ്ട ഈ പാഠസാധനം. അടി. എനിക്ക് ഈ പാഠസാധനം വേണ്ട. വിൽക്കാനും പറ്റില്ല. വിൽക്കാൻ ചെറിയൊരിത് ഇതൊക്കെ ഞാൻ സ്റ്റീൽ ഇത് നടന്ന് എന്താ ചെയ്യും? ഫ്യൂസ് കൊണ്ടുപോയി ഇടാം. ഇരിക്കട്ടെ. എല്ലാം വേണ്ട. വിറ്റളാം. എന്നാലും അത് യെസ് എന്നുള്ള ഓപ്ഷൻ വരൂലായിരുന്നാ? ഞാൻ അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് മറ്റേത് ചെയ്തേട്ടാ. എന്തിനാ വിളിക്കണ? പോടാ. എന്തിനാ നീ വിളിക്കണ? എന്തിനാ ഇങ്ങനെ അടിച്ച്
പൊളിച്ചു വിടൂടാ ഇന്ന്. ഞാൻ ഇന്ന് അടിച്ച് പൊളിച്ചു വിടും. നീ എന്താ ഇവിടെ ഇപ്പം നിൽക്കാം? നിന്റെ ബലാഹത്തേക്ക് ഞാൻ ബോംബെടുത്തെറിയോടാ ഇങ്ങോട്ട്. അയ്യോടാ എന്നെ ഇതാക്കി. ഇതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും ഇടങ്ങേറുള്ള സാധനം. അയ്യോ ഇമ്പിൾസിബിൾ ആയിട്ട് നടക്കാം. ഷോപ്പിൽ പോട്ടെ. എനിക്ക് ഞാനും കാണിച്ചു തരാടാ ഞാൻ ആരാണെന്ന്. എവിടെ വെക്കും ഇതിലെല്ലാം എനിക്ക് ഇതെന്തിനു ഞാൻ വാങ്ങിച്ചു വെച്ച്. എടാ അവൻ ഹണി ബേക്കേ. എടാ ഇവനടുത്ത് ഞാൻ കസാരയൊക്കെ എടുത്ത് എറിയണുണ്ട്, പക്ഷെ ഒരു ഉപയോഗവും ഇല്ല. ഞാനത് കറക്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കണം തന്നെ. പോടാ അപ്പോൾ എൻ്റെ സ്റ്റീഡ് ചെയ്യാൻ വന്നിരിക്കുന്നു. നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ ഒരു ചേർന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.